ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വിനീഷ്യസ് ജൂനിയർ ആണ് ഈ വേൾഡ് കപ്പിലെ ബ്രസീലിന്റെ താരം. ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാനത്തെ മത്സരത്തിൽ സ്കോട്ടിഷ് പടയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയർ ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ ഒരു മത്സരമായിരുന്നു ഇത്. മാത്രമല്ല, നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തി. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തി എന്ന ഒരു സവിശേഷത കൂടി ഈ മത്സരത്തിനുണ്ട്. നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് വരുമ്പോൾ ആരാധകരുടെ ആർപ്പുവിളിയും ആരവങ്ങളും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഏതായാലും മത്സരത്തിൽ ഉടനീളം ആധിപത്യം പുലർത്തിയ ഒരു മത്സരമായിരുന്നു ഇത്. ബ്രസീലിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. അർഹിച്ച ഒരു വിജയമാണ് ബ്രസീൽ നേടിയത് എന്നുള്ളത് മാത്രമല്ല, ഇതിനേക്കാൾ കൂടുതൽ ഗോളുകൾ ബ്രസീലിന് നേടാൻ സാധിക്കുമായിരുന്നു. അത്രയധികം അവസരങ്ങളാണ് ബ്രസീൽ ഈ മത്സരത്തിൽ പാഴാക്കിയിട്ടുള്ളത്. ഏതായാലും മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ വിനീഷ്യസ് ജൂനിയർ, മാത്യൂസ് കുഞ്ഞ, റയാൻ എന്നിവരൊക്കെ ഉണ്ടായിരുന്നു. 7ാമത്തെ മിനിറ്റിൽ തന്നെ വിനി അക്കൗണ്ട് തുറന്നു. അതായത് റയാൻ നല്ല രൂപത്തിൽ പ്രസ് ചെയ്തു. അതിന്റെ ഫലമായി കൊണ്ട് വിനീഷ്യസ് ജൂനിയർക്ക് ഒരു ബോൾ ലഭിക്കുന്നു. ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് വിനീഷ്യസ് ജൂനിയർ അത് ഗോളാക്കി മാറ്റി എന്നുള്ളതാണ്. പിന്നീട് 22ാമത്തെ മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ മറ്റൊരു ഗോൾ കൂടി നേടിയിരുന്നു. എന്നാൽ അത് ഫൗൾ വിധിച്ചുകൊണ്ട് റഫറി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് ആദ്യ പകുതിയുടെ അവസാനത്തിൽ വിനീഷ്യസ് ജൂനിയർ മറ്റൊരു ഗോൾ നേടി. ബ്രൂണോ ഗുയിമറസിന്റെ ഒരു കിടിലൻ ക്രോസ് വരുന്നു. ഹെഡറിലൂടെയാണ് വിനീഷ്യസ് ജൂനിയർ അത് ഗോളാക്കി മാറ്റിയത്. അങ്ങനെ ആദ്യ പകുതിയിൽ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു ബ്രസീൽ. 2 ഗോളുകളും നേടിയത് വിനീഷ്യസ് ജൂനിയർ ആയിരുന്നു. പിന്നീട് 60ാമത്തെ മിനിറ്റിൽ ബ്രസീലിന്റെ 3ാമത്തെ ഗോൾ പിറന്നു. ബ്രൂണോ ഗുയിമറസിന്റെ അസിസ്റ്റിനെ എടുത്തു പറയേണ്ടതാണ്. അത് ഫിനിഷ് ചെയ്യേണ്ട ഉത്തരവാദിത്തം മാത്രമായിരുന്നു മാത്യൂസ് കുഞ്ഞയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നീടും ഒരുപാട് അവസരങ്ങൾ വിനീഷ്യസ് ജൂനിയർ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ലഭിച്ചു. ഫിനിഷിംഗ് പിഴവാണ് ബ്രസീലിനെ 3 ഗോളുകളിൽ മാത്രമായി കൊണ്ട് തളച്ചത്. അല്ലാതിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഗോളുകൾ ബ്രസീലിന് നേടാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്. മത്സരത്തിന്റെ 76ാമത്തെ മിനിറ്റിലാണ് നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് വന്നത്. മാത്യൂസ് കുഞ്ഞയുടെ പകരമായി കൊണ്ട് ആ ഒരു ഫാൾസ് നമ്പർ 9 റോളിലാണ് നെയ്മർ ജൂനിയർ കളിച്ചിട്ടുള്ളത്. പിന്നീട് എൻട്രിക്കും അതുപോലെ തന്നെ മറ്റുള്ള താരങ്ങളും ഒക്കെ കളിക്കളത്തിലേക്ക് വന്നിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ബ്രസീലിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് ഈ മത്സരത്തിൽ കണ്ടത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ആകെ 21 ഷോട്ടുകൾ ബ്രസീൽ ഉതിർത്തിട്ടുണ്ട്. ടാർഗറ്റിലേക്ക് 9 ഷോട്ടുകൾ ഉതിർത്തിട്ടുണ്ട്. 4.46 ആണ് എക്സ്പെക്റ്റഡ് ഗോൾസ് വരുന്നത്, അഥവാ XG വരുന്നത്. അങ്ങനെ ബ്രസീൽ അർഹിച്ച ഒരു വിജയം നേടിക്കൊണ്ട് ഇപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത കരസ്ഥമാക്കിയിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. റൗണ്ട് ഓഫ് 32ലേക്ക് ബ്രസീൽ ഇപ്പോൾ യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട്. അതായത് പോയിന്റ് പട്ടികയിലെ അഥവാ ഗ്രൂപ്പിലെ 1ാം സ്ഥാനക്കാരായിക്കൊണ്ടാണ് ബ്രസീൽ ഇപ്പോൾ മുന്നേറിയിട്ടുള്ളത്. നെയ്മർ ജൂനിയർ തിരിച്ചു വന്നു എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.